യേശുവിൽ പ്രിയരെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ദൈവം വസിക്കുന്നിടം എവിടെയാണ്? ദേവാലയത്തിൽ ദൈവം വസിക്കുന്നു. ഇന്നലത്തെ വചനവായനയിൽ, ഞായറാഴ്ചത്തെ വചനവായനയിൽ കർത്താവ് ദേവാലയം ശുദ്ധീകരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ട്. ഈ ഒരാഴ്ചക്കാലം നമ്മൾ ദേവാലയ ശുദ്ധീകരണത്തെപ്പറ്റി, എൻ്റെ ആലയത്തെ കച്ചവട സ്ഥലമാക്കരുതെന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളാകുന്ന ശരീരത്തിൻ്റെ ആലയം എപ്രകാരമാണ്? ദൈവത്തെ ആശ്രയിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? പൂർണ്ണഹൃദയത്തോടെ അവിടുത്തെ പിന്നാലെ, അവിടുന്ന് നൽകുന്ന മാർഗങ്ങളിലൂടെ കടന്നു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നമ്മളെ ഇന്നും നാളെ ചൊവ്വാഴ്ച ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഇന്ന് വൈകുന്നേരം ഈ സന്ധ്യാസമയത്ത് ദൈവം നൽകിയതിനെ ഓർത്ത്, ദൈവം ഇന്നേ ദിവസം ഈ തിങ്കളാഴ്ച ദിനം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് മുമ്പിൽ നന്ദി അർപ്പിക്കാനൊന്നും സാധിക്കുന്നുണ്ട്? അതോ എൻ്റെ സഹോദരനുള്ള എൻ്റെ കോപത്തിലും ദേഷ്യത്തിലുമാണോ ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ അപരനേക്കാൾ കൂടുതൽ ഉയരണം എന്നുള്ള ആഗ്രഹത്തോടെ, തിടുക്കത്തോടെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്? എൻ്റെ ഓട്ടം എവിടം വരെയാണ്? ദൈവം അനുവദിക്കാതെ നമുക്കൊന്നും കരസ്ഥമാക്കാനായിട്ട് സാധിക്കത്തില്ല. ദൈവകരം പിടിക്കാതെ ഒന്നും നമ്മുടേതായി തീരുന്നില്ല. എല്ലാം നമ്മുടേതാണെന്ന് നമ്മൾ വിചാരിക്കുന്നു. എന്നാൽ നാളത്തെ പ്രഭാതത്തിൽ എല്ലാം നമ്മളെ വിട്ട് അകലുമ്പോഴേക്കും നമ്മൾ ഈ സത്യം, പൂർണ്ണമായ സത്യം നമ്മൾ തിരിച്ചറിയുകയാണ്. ദൈവ അനുഗ്രഹത്താലാണ് സകലതും ഞാൻ പ്രാപിക്കുന്നത്. ദൈവം കൂടെയുണ്ടപ്പോൾ ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറും. കർത്താവിൻ്റെ കൂടെ ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ട ജീവിതമാണ് നമ്മുടെ. നമ്മൾ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുമ്പോഴേക്കും ദൈവം നമ്മളെ എപ്രകാരമാണ് നമ്മളോട് ക്ഷമിക്കുന്നത്? ഓരോ ദിവസവും നമ്മൾ ചെയ്തു വയ്ക്കുന്ന അപരാധങ്ങൾക്ക് അവിടുന്ന് എപ്രകാരമാണ് നമ്മളോട് ക്ഷമിക്കുന്നത്? ഈ കുരിശിലേക്ക് നോക്കുമ്പോൾ കർത്താവിൻ്റെ അനന്തമായ കരുണ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ഈശോ പറയുന്നു, ഈശോയുടെ മരണസമയത്ത് ഈശോ പറയുന്നുണ്ട്, പിതാവായ ദൈവമേ, ഇവരോട് ക്ഷമിക്കണം, ഇവരോട് പൊറുക്കണമേ, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല. ഒരു സഹോദരങ്ങളെ, ഇന്നും അനേകം പേര് അനേകം സഹോദരങ്ങളെ നശിപ്പിക്കുവാനുള്ള ഗൂഢാലോചന നടത്തുമ്പോഴും കർത്താവ് ആ സഹോദരൻ്റെ സ്ഥാനത്ത് നിന്ന് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് പൊറുക്കണമേ. എല്ലാവരും അവരുടേതായ നിലനിൽപ്പിന് വേണ്ടിയിട്ടും അധികാരത്തിന് വേണ്ടിയിട്ടും സഹോദരങ്ങളെ ഇല്ലായ്മ ചെയ്യുമ്പോഴേക്കും, അവരുടേതായ അധികാരമോഹങ്ങൾക്ക് വേണ്ടിയിട്ട് അപരനെ നശിപ്പിക്കുമ്പോഴേക്കും, ബലിയാടാക്കുമ്പോഴേക്കും അവിടെയൊക്കെ കർത്താവിൻ്റെ വചനം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവരുടെ ഇടയിൽ കർത്താവ് പുൽത്തൊട്ടിയിൽ അവിടുന്ന് കാലിത്തൊഴുത്തിൽ പൂജാതനായത്, അതോടൊപ്പം തന്നെ ഒരു വസ്ത്രവുമില്ലാതെ, ഒരു കീറിയ വസ്ത്രവും എടുത്തുകൊണ്ട് ഈ കുരിശിൻ്റെ മാറിലേക്ക് തന്നെ വിടർത്തി നിർത്തുമ്പോഴേക്കും അവിടുന്ന് പറയുന്നത് സകലരുടെയും ഈ ഒരവസ്ഥയിൽ അവിടുന്ന് കൂടെ ഉണ്ടാകുമെന്നാണ്. അവിടുന്ന് എല്ലാവരുടെയും ദൈവമാണ്. അവിടുന്ന് സകലർക്കും വേണ്ടിയിട്ട് മരിച്ചവനാണ്. അവിടുത്തെ കണ്ണയിലേക്ക് നോക്കി നമ്മൾ ജീവിക്കുമ്പോഴേക്കും ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ എപ്രകാരമാണ് നമ്മൾ ജീവിക്കേണ്ടത്? എൻ്റെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ വചനത്തിൽ നമ്മൾ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സഹോദരനോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവും നിങ്ങളോടും ക്ഷമിക്കുകയില്ല. ഒരു സഹോദര സഹോദരി, നമ്മളെല്ലാവരും സ്വർഗം നേടുവാനായിട്ടുള്ള ഓട്ടത്തിലാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് പറയുന്നു, ദൈവപിതാവിൻ്റെ പിന്നാലെ യാത്രയിരിക്കുന്നു എന്ന് പറയുന്നു, പുത്രനായ യേശുവിൻ്റെ പീഡാസഹനത്തെ ധ്യാനിക്കുന്നു എന്ന് പറയുന്നു. അതെല്ലാം ഹൃദയപൂർവ്വമാണ്. നിൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കുന്ന ഈ പുണ്യകാലഘട്ടത്തിൽ വളരെ പ്രത്യേകമായിട്ട് സഹോദരങ്ങളോട് ക്ഷമിക്കാം. അവരുമായി രമ്യതപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുക. രമ്യതപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ പോലും അവരുടെ ഉള്ളിലുള്ള പൈശാചികമായ തന്ത്രങ്ങൾ നമുക്കെതിരായി തിരിഞ്ഞാലും ദൈവം എല്ലാം കാണുന്നു. ദൈവത്തിനു മുമ്പിൽ എല്ലാത്തിനും ഉത്തരമുണ്ട്. ദൈവം കാണാതെ ഒന്നും പോകുന്നില്ല. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മളോട് എതിർക്കുന്നവർക്ക് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് നന്മ വരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതങ്ങളെ കൂടുതൽ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വത അപകടങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മുടെ തെറ്റുകൾ, നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകളും ദൈവം കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ സഹോദരങ്ങളോട് ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. ഹൃദയപൂർവ്വം നമ്മൾ അവരോട് ക്ഷമിക്കുമ്പോൾ ഹൃദയത്തിൽ വസിക്കുന്ന ഹൃദയത്തിൻ്റെ നാഥൻ അത് അറിയുക തന്നെ ചെയ്യും. പുറമേ ഉള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തിയേക്കാം, പുറമേ ഉള്ളവർ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണെന്ന് പറഞ്ഞേക്കാം. പക്ഷേ നമ്മൾ ഹൃദയപൂർവ്വം ക്ഷമിക്കുക, അവനുവേണ്ടി പ്രാർത്ഥിക്കുക, അവന് നന്മ വരട്ടെ എന്ന് ആശംസിക്കുക, അവന് ദൈവാനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതൊക്കെ നമ്മുടേതായ ഹൃദയത്തിൻ്റെ വിശാലത കൊണ്ടാണ്. ഇന്നത്തെ വചനത്തിലൂടെയൊക്കെ നമ്മൾ കാണുന്നതാണ്.
ദൈവത്തിൻ്റെ ഹൃദയം അതിവിശാലമാണ്. എന്നാൽ ആ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ആ തിരിച്ചോര, അവിടുത്തെ അനന്തമായ കരുണ, ഇതൊക്കെ നമ്മൾ സ്വീകരിച്ചിട്ട് നമ്മുടെ പ്രകാരമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ഹൃദയം ചെറുതല്ല. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ ഹൃദയം പോലെ ഞങ്ങളുടെ ഹൃദയത്തെയും നവീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പുത്രനായ യേശു നമുക്ക് വേണ്ടിയിട്ട് ഹൃദയം തുറന്ന് നൽകുമ്പോഴും അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നവരെ. ഈ രാത്രി സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.